പ്രവചനാതീതമായ IPL 2025 സീസൺ പുരോഗമിക്കുകയാണ്. ഓരോ ടീമുകളും 11 മത്സരങ്ങൾ വീതം കളിച്ചപ്പോൾ ഒരു ടീമിന് പോലും പ്ലേ ഓഫ് ഉറപ്പിക്കാനായിട്ടില്ല. പ്ലേ ഓഫിലേക്ക് പ്രതീക്ഷ അർപ്പിച്ച് 7 ടീമുകളാണ് നിലവിലുള്ളത്. ചെന്നൈ സൂപ്പർ കിങ്സ്, സൺറൈസേഴ്സ് ഹൈദരാബാദ്, രാജസ്ഥാൻ റോയൽസ് എന്നിവർ മാത്രമാണ് പ്ലേ ഓഫ് സാധ്യതയിൽ നിന്നും പുറത്തായവർ. ഓരോ ടീമുകളുടെയും സാധ്യത നോക്കാം. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ആണ് നിലവിൽ പോയിന്റ് ടേബിളിൽ ഒന്നാമത്. 11 കളികളിൽ നിന്ന് 8 ജയവുമായി 16 പോയിന്റാണ് ടീമിനുള്ളത്. നെറ്റ് റൺ റേറ്റ് 0.482 ആണ്. പ്ലേ ഓഫ് ഉറപ്പിക്കണമെങ്കിൽ അവശേഷിക്കുന്ന 3 മത്സരങ്ങളിൽ ഒരു ജയം ബംഗളൂരുവിന് അനിവാര്യമാണ്. ലക്നൌ സൂപ്പർ ജയന്റ്സ്, സൺറൈസേഴ്സ് ഹൈദരാബാദ്, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എന്നീ ടീമുകളുമായാണ് ബംഗളൂരുവിന്റെ അടുത്ത മത്സരങ്ങൾ. ഇനി 3 മത്സരവും പരാജയപ്പെട്ടാലും ബംഗളൂരുവിന് അവസാന 4-ലെത്താൻ സാധ്യതയുണ്ട്. മറ്റു ചില മത്സരഫലങ്ങളെ ആശ്രയിക്കണമെന്ന് മാത്രം. 2014 ശേഷം ആദ്യമായി പ്ലേ ഓഫ് കാണാൻ ഒരുങ്ങുകയാണ് പഞ്ചാബ് കിങ്സ്. 11 കളികളിൽ നിന്ന് 15 പോയിന്റുമായി 2ാം സ്ഥാനത്താണ് ടീം. 0.376 ആണ് നെറ്റ് റൺ റേറ്റ്. അവശേഷിക്കുന്ന 3-ൽ ഒരു മത്സരമെങ്കിലും പഞ്ചാബിന് ജയിക്കണം. ഡൽഹി ക്യാപിറ്റൽസ്, മുംബൈ ഇന്ത്യൻസ്, രാജസ്ഥാൻ എന്നിവരാണ് അടുത്ത എതിരാളികൾ. IPL ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച കംബാക്ക് നടത്തിയാണ് മുംബൈ ഇന്ത്യൻസ് വരുന്നത്. തുടർച്ചയായ 6 ജയങ്ങൾ ഉൾപ്പെടെ 7 ജയവുമായി 14 പോയിന്റുമായി പട്ടികയിൽ 3ാം സ്ഥാനത്താണ്. സീസണിൽ ഏറ്റവും മികച്ച നെറ്റ് റൺ റേറ്റുള്ള ടീം മുംബൈയാണ്, 1.274. ഗുജറാത്ത് ടൈറ്റൻസ്, പഞ്ചാബ്, ഡൽഹി ക്യാപിറ്റൽസ് എന്നീ ടീമുകളുമായാണ് അടുത്ത 3 മത്സരങ്ങൾ. ഇതിലേതെങ്കിലും മത്സരത്തിൽ ജയിക്കൽ മുംബൈക്ക് അനിവാര്യമാണ്. 4 മത്സരങ്ങൾ അവശേഷിക്കെ 14 പോയിന്റുള്ള ടീമാണ് ഗുജറാത്ത് ടൈറ്റൻസ്. 0.867 നെറ്റ് റൺ റേറ്റും ടീമിനുണ്ട്. മുംബൈ, ഡൽഹി, ലക്നൌ, ചെന്നൈ എന്നിവരാണ് എതിരാളികൾ. ചെന്നൈക്കും ലക്നൌവിനും എതിരായ മത്സരങ്ങൾ ഹോം മൈതാനമായ അഹമ്മദാബാദിലാണ്. മുംബൈക്ക് സമാനമായി മികച്ച ഹോം റെക്കോർഡ് ഹൈദരാബാദിനുമുണ്ട്. താരതമ്യേന ചെന്നൈ, ലക്നൌ ടീമുകൾ മോശം ഫോമിലാണെന്നതും ഗുജറാത്തിന്റെ സാധ്യതയാണ്. 11 കളികളിൽ നിന്ന് 13 പോയിന്റുള്ള ഡൽഹി ക്യാപിറ്റൽസ് ആണ് പ്ലേ ഓഫ് സാധ്യത തേടുന്ന മറ്റൊരു ടീം. കഴിഞ്ഞ 4 തുടർ തോൽവികളും ഇന്നലത്തെ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചതും ടീമിനെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. പഞ്ചാബ്, ഗുജറാത്ത്, മുംബൈ എന്നീ ടീമുകളുമായാണ് മത്സരങ്ങളുള്ളത്. സീസണിലെ മികച്ച 3 ടീമുകളാണ് ഇവ. അതുകൊണ്ട് തന്നെ പ്ലേ ഓഫ് കണ്ടെത്താൻ ഡൽഹി കുറച്ചധികം വിയർക്കുമെന്ന് സാരം. നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ് അടുത്ത ടീം. 11 മത്സരങ്ങളിൽ നിന്ന് 11 പോയിന്റാണ് കൊൽക്കത്തയ്ക്കുള്ളത്. അവശേഷിക്കുന്ന 3 മത്സരങ്ങളും വിജയിച്ചാൽ മാത്രമാണ് പ്ലേ ഓഫ് ഉറപ്പിക്കാനാകുന്നത്. ചെന്നൈ, ഹൈദരാബാദ്, ബംഗളൂരു എന്നിവരുമായാണ് അവശേഷിക്കുന്ന മത്സരങ്ങൾ. ചെന്നൈയും ഹൈദരാബാദും വലിയ തലവേദന ആയില്ലെങ്കിൽ ബംഗളൂരുവിന് മുന്നിൽ മികച്ച പോരാട്ടം തന്നെ രഹാനെക്കും സംഘത്തിനും കാഴ്ചവെക്കേണ്ടി വരും. 11 കളികളിൽ നിന്ന് 10 പോയിന്റുള്ള ലക്നൌ സൂപ്പർ ജയന്റ്സ് ആണ് പ്ലേ ഓഫ് ലക്ഷ്യമിടുന്ന അവസാന ടീം. ബംഗളൂരു, ചെന്നൈ, ഹൈദരാബാദ് തുടങ്ങിയ ടീമുകളുമായാണ് പന്തിന്റെയും സംഘത്തിന്റെയും ഇനിയുള്ള മത്സരം. നെറ്റ് റൺ റേറ്റിൽ താഴെയുള്ള ടീമിന് എല്ലാ മത്സരങ്ങൾ ജയിച്ചാൽ മാത്രം പോരാ, മികച്ച മാർജിനിൽ കളി ഫിനിഷ് ചെയ്ത് റൺ റേറ്റ് ഉയർത്തുക കൂടി ചെയ്താലേ പ്ലേ ഓഫ് കടക്കാനാവും.